ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും അമ്മയും കൂടി ഒരു സാരി വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വ്ളോഗ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതിനു ശേഷം എനിക്ക് ഈ സാരി നോക്കാഞ്ഞിട്ട് ഒരു സംതൃപ്തി വരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെ സാരി നോക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സംതൃപ്തി വരുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ സാരിയൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഫേസ് പാക്ക് ഇടാൻ വേണ്ടി നോക്കിയിരുന്നു കേട്ടോ. അതിന് മുന്നേ ജസ്റ്റ് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ച് ഞാൻ ആലോവേര ജെൽ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നു. അപ്പോഴാടാ ഞാൻ അറിയുന്നതിന്റെ ലിപ്സ്റ്റിക് അതേപോലെ തന്നെ ഉണ്ടായിരുന്നത് NYBയുടെ ലിപ്സ്റ്റിക് ആയിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ഈ ഒരു ടെക്നിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. നമ്മളെ കേട് ഒരു തുണിയിൽ ഇങ്ങനെ എടുത്തിട്ട് അതിലത്തെ എക്സസ് വാട്ടർ ഒക്കെ കളയുക, എന്നിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുമ്പം അതിലേക്ക് നമ്മൾ ഫേസ് പൗഡർ, അതായത് ഫേസ് മാസ്കിന്റെ പൗഡർ യൂസ് ചെയ്യുക. ഞാനിവിടെ ഗുഡ് വൈബ്സിന്റെ ടാൻ ഫേസ് പൗഡർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മളെ ഫേസിലത്തെ ടാൻ ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു നല്ല നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഏകദേശം വേഗം ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഇൻ്റെത് കഴിഞ്ഞിട്ട് വേണം അമ്മക്കും അനിയനും തേച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനെക്കൊണ്ട് ഫസ്റ്റ് ഞാൻ തന്നെ തേച്ച് പിന്നെയാണ് ഞാൻ അവർക്ക് തേച്ചെടുത്തത്. പിന്നെ ഇപ്പോഴാണ് എനിക്ക് നേരം കിട്ടി തുടങ്ങിയത് ഇന്നെ തന്നെ ഒന്ന് കെയർ ചെയ്യാൻ. അപ്പം പിന്നെ ആ സമയം ഞാൻ ഒഴിവാക്കണ്ടല്ലോ. പിന്നെ അമ്മയ്ക്ക് ഞാൻ ഫേസ് മാസ്ക് ഇട്ടുകൊടുത്ത് പിന്നെ ആ ഫേസ് മാസ്ക് ഒന്ന് ഉണങ്ങുന്ന വരെ ഞാൻ ജസ്റ്റ് കുറച്ച് തുണികൾ മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു, വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന തുണികൾ. അപ്പം ഞാൻ ജസ്റ്റ് അപ്പം തന്നെ ഞാൻ മടക്കി വെക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ തുണിയൊക്കെ അപ്പുറത്തേക്ക് വിരിച്ചിട്ടിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങും. അതിനെക്കൊണ്ട് ഞാൻ ഇപ്പം തന്നെ വേഗമൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ തുണികൾ മടക്കുക എന്നുള്ളത്. കാരണം അതൊരു ഭയങ്കര സാറ്റിസ്ഫൈങ് ഫീലിംഗ് ആണ്. എന്താ വെച്ചാൽ കുറേ കുന്നുപോലെ ഇങ്ങനെ തുണി നിറഞ്ഞ് കിടക്കുമ്പം ജസ്റ്റ് അതൊക്കെ ഫോൾഡ് ചെയ്ത് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലല്ലേ. അതിനോട് അധികം തുണി മടക്കലൊക്കെ ഞാൻ തന്നെയാണ്. അപ്പം വേറെ തന്നെ ഒരു ഫീലാണ്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എന്താ വെച്ചാൽ തുണി ഇങ്ങനെ കുറേ ഉണ്ടാകുമ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മടക്കി വെക്കുക, അപ്പോൾ ആ ഒരു ഫീലിംഗ് അറിയാം. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഫേസ് മാസ്ക് ഒക്കെ അത്യാവശ്യം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയി വാഷ് ചെയ്ത് ഇതിൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ച് അങ്ങനെ അപ്പുറത്തെ അലമാറിയിലേക്ക് കൊണ്ടേ വെക്കിയിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ബാഗിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ബാഗ് അവിടെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെക്കിയിരുന്നു കേട്ടോ. ഏകദേശം എൻ്റെ പണികൾ കഴിഞ്ഞിട്ടോ ജസ്റ്റ് അടിച്ചു വാരാനും മേലെഴുക്കാനൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അടിച്ചു വാരൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ മേലെഴുകാൻ വേണ്ടി പോവുക കേട്ടോ. കാരണം നല്ല ചൂടാണല്ലോ, അപ്പോൾ രാത്രി മേലേക്ക് കിടക്കുമ്പോഴാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബേസിക്കലി ഞാനെന്ന് തല നനയ്ക്കണം എന്ന് വിചാരിച്ചിരുന്നു. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തലയിൽ എണ്ണ ഉണ്ട് മീൻസ് ഞാൻ എണ്ണ ഇട്ടിട്ടില്ല, എന്നാലും എണ്ണ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ എണ്ണ ചെയ്യണല്ലോ, അതിനെക്കൊണ്ട് ഇന്ന് ഹെയർ വാഷ് ചെയ്യണ്ടാന്ന്. പിന്നെ എന്തായാലും കൂടി നല്ല രീതിയിൽ ഡ്രൈ ആയി തുടങ്ങും, അതിനെക്കൊണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തില്ല. പക്ഷെ കുഴപ്പമില്ല, വലുതായിട്ടൊന്നുമില്ല. പിന്നെന്താ അതിന്റെ മുടി കാര്യമായിട്ട് ഇങ്ങനെ ബാലൻസ് വന്ന് തുടങ്ങി, മുടി നരച്ച് തുടങ്ങി. അപ്പൊ എനിക്ക് എന്തായാലും ഹെൻ ചെയ്യണം, അല്ലാണ്ട് വേറെ വഴിയില്ല. അതിനെക്കൊണ്ട് ഇനി ഫുഡ് കഴിക്കാനുണ്ട്, പിന്നെ സ്കിൻ കെയർ ചെയ്യാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് ഡിന്നറിന് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ വൈകുന്നേരം ഇഫ്താർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പം അമ്മ 2 ബിരിയാണി കൊണ്ട് തന്നിട്ടോ. പിന്നെ അതിനുശേഷം ബ്രഷ് ഒക്കെ ചെയ്ത് ഞാൻ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഫസ്റ്റ് തന്നെ വാസ്ലിൻ്റെ ലിപ് ബാം ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നെ ഡെർംഡോക്കിൻ്റെ 10% നിയാസിനമൈഡ് സെറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സെറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ നിയാസിനമൈഡിന്റെ ഈ ഒരു സെറാണ് ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെർംഡോക്ക് ഹോണസ്റ്റൈൻസ് 10% നിയാസിനമൈഡ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറം ആണ് എനിക്ക് യൂസ് ചെയ്തിട്ട്. എന്നോട് ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്തിട്ടാണ്. ഏകദേശം ഒരു ബോട്ടിൽ കഴിയാനായി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഞാൻ കുറെ കാലമായിട്ട്, അതായത് 2025 പകുതി, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം മുതൽ ഞാൻ വിട്ടൊരു സംഭവമാണ്. ബേസിക്കലി വിട്ട സംഭവം മുഴുവനായിട്ടല്ല, ഒരു 13-മുക്കാൽ ഭാഗം ഞാൻ വിട്ടൊരു സംഭവമായിരുന്നു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞത്. ഓക്കെ, എനിക്ക് ഒക്കെ തുടങ്ങണം, ഒന്നൊന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ പോലെ ഏകദേശം ഒക്കെ നല്ല സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു വീഡിയോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇതും ഏകദേശം കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്, പോൺസിന്റെ മോയ്സ്ചറൈസർ. ഇതും അത്യാവശ്യം നല്ല അടിപൊളിയാണ്. ഞാൻ എല്ലാത്തിനും നല്ല അടിപൊളി എന്ന് പറയല്ല, എന്നാലും അടിപൊളിയാണ്. ലൈക്ക് കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ടൈപ്പിനൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. കാരണം ഇത് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ്, അപ്പം നല്ലതാണ്. എനിക്ക് മനസ്സിലാക്കി നന്നായിട്ട് നല്ലതാണിത്. വലിയ ഓയിലും ആക്കൂല, എന്നാ ഡ്രൈയും ആക്കൂല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേസിക്കലി ഇതൊരു ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് അറിയായിരിക്കും, ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ഒക്കെ കൊടുത്തൊരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്യാമറയുടെ മുന്നിൽ പറയാൻ നല്ല രീതിയിൽ കുറവുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ഈ ഒരു ഇയറിൽ അത് ഓവർകം ചെയ്യണം എന്നുണ്ട്. എനിക്കൊണ്ട് തന്നെ ഞാൻ അധികം എല്ലാ വീഡിയോസ് ഇങ്ങനെ എനിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അതിനോട് നിങ്ങൾ പറയാം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണം, അതായത്
ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ ചെയ്യണം, അതല്ല വോയിസ് ഓവർ കൊടുത്തിട്ടാണ് വീഡിയോ വേണ്ടത് എന്ന കാര്യം നിങ്ങൾ പറയാം കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേരുള്ള കാര്യങ്ങൾ വേണം ഫസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ. ചെയ്യുമ്പോൾ എന്തായാലും ടഫ് ആയിരിക്കും. സ്റ്റാർട്ടിങ് ഫസ്റ്റ് എപ്പിസോഡ് നല്ല ടഫ് ആയിരിക്കും, സെക്കൻഡ് തേർഡ് ഒക്കെ ടഫ് ആയിരിക്കും. പക്ഷെ അതിനൊക്കെ നമുക്ക് എന്താക്കണം, പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടാണ്. അപ്പൊ ഞാൻ തിങ്ക് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരുന്ന സംഭവമാണ് ഇങ്ങനെ ക്യാമറാന്റെ മുന്നിൽ കാര്യങ്ങൾ പറയാന്നുള്ളത്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു ഷൈറ്റ്നസ് മാറ്റാൻ നോക്കാണ്. ഇപ്പൊ ഈ വീഡിയോകൾ കാണുമ്പോഴും പല രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. എന്നാലും അടുത്തതിൽ ഞാൻ ഇങ്ങനെ ഡേ ബൈ ഡേ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ കുറവുകളല്ല ഓരോരോ മിസ്റ്റേക്സ് ഇല്ലാണ്ടാക്കും. ഇത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാട്ടോ. കാരണം അത് എനിക്കും ഹെൽപ്ഫുൾ ആവും, ഇന്നെ പോലെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഓർക്കും ഹെൽപ്ഫുൾ ആവും എന്തായാലും. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ കുറച്ച് നേരിടാൻ ഫെയർ ആയിട്ട് തോന്നുന്നത്, പക്ഷെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചാലഞ്ച് എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും 1-2 കാര്യങ്ങൾ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.